അതിവേഗത്തിൽ പാഞ്ഞ ട്രെയിനിൽ നിന്ന് ഒരു യുവതിയെ നിർദാക്ഷിണ്യം ചവിട്ടി പുറത്തേക്കിട്ട സുരേഷ് ആരാണ്? അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട പ്രതി സുരേഷ് കുമാർ കടുത്ത മദ്യപാനി എന്ന് നാട്ടുകാർ തന്നെ സ്ഥിരപ്പെടുത്തുന്നു. യാത്രയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായാണ് സുരേഷ് നാട്ടുകാരോട് പറഞ്ഞത്. എന്തിനാണ് ഇയാൾ ട്രെയിനിൽ പുറത്തേക്ക് പോയത്, എവിടെ നിന്ന് അയാൾ വരുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഇയാളുടെ മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഭാര്യ പിണങ്ങിപ്പോയിട്ടുണ്ട്. അവിടെയും മദ്യപാനം തന്നെയായിരുന്നു കുടുംബ പ്രശ്നം. വേലികെട്ടും പെയിന്റിങ്ങുമാണ് തൊഴിലെങ്കിലും വല്ലപ്പോഴും മാത്രമാണ് ജോലിക്ക് പോകാറുള്ളത്. സുരേഷിന്റെ കടുത്ത മദ്യപാനവും മദ്യപിച്ച ശേഷമുള്ള മർദ്ദനവും സഹിക്കവയ്യാതെയാണ് ഭാര്യ പിണങ്ങിപ്പോയതെന്ന് നാട്ടുകാർ പറയുന്നു. സുരേഷിനെ അറിയാം, ഇന്നലെ ഇവിടെ രാവിലെ പോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. രണ്ട് മക്കൾ സുരേഷ് കുമാറിനൊപ്പമാണ് താമസമെങ്കിലും ചെലവിനൊന്നും കൊടുക്കാറില്ല. പണിക്ക് പോയാൽ മുഴുവനും കുടിച്ചു തീർക്കാറാണ് പതിവ്. സ്ഥിരം മദ്യപാനിയായ സുരേഷ് കുമാർ നാട്ടുകാർക്ക് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളല്ല. മദ്യപിച്ചില്ലെങ്കിൽ ആരുടെ മുഖത്ത് പോലും നോക്കാത്ത പ്രകൃതക്കാരൻ. പെൺകുട്ടിയെ ഇയാൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്ത വെള്ളറട പനച്ചമൂട് എന്ന ഗ്രാമത്തെ ഞെട്ടിച്ചു. ഇന്നലെ മദ്യപിച്ച ശേഷമാണ് ഇയാൾ പാറശാലയിൽ നിന്ന് പെയിന്റിംഗ് ജോലിയുടെ കരാർ ഏറ്റെടുക്കാനായി ട്രെയിൻ മാർഗം ഏറ്റുമാനൂരിലേക്ക് പുറപ്പെട്ടത്. വൈകിട്ട് തിരികെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലും ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു. വഴിമാറി തന്നില്ല എന്ന ചെറിയ കാര്യത്തിന് പ്രകോപിതനായാണ് ഇയാൾ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയതും മറ്റൊരു പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചതും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.